ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് ഇന്നെടുക്കാവുന്ന ഒരു തീരുമാനം ഇതാണ്: അഹങ്കാരമലയിൽ നിന്ന് ആത്മീയ മലയിലേക്ക് ഞാൻ എന്നെ സ്ഥലം മാറ്റും. ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം, അത് വേണമെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ ഇരിക്കുന്നത് പോലെ ആയിരിക്കാം നമ്മൾ. അവിടെ നിന്ന് നമ്മെ ആത്മീയ മലയിലേക്ക്, രക്ഷ പ്രദാനം ചെയ്യുന്നത് ആത്മീയ മലയാണ്. ദൈവം ഒരു വിശിഷ്ടമായ വിരുന്നൊരുക്കിയത് ആത്മീയ മലയിലാണ്, മലമുകളിലാണ്. അപ്പം ആ ഒരു മലയിലേക്ക് നമ്മളെ സ്ഥലം മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാകും. ദൈവത്തിന് ഒരുപാട് സന്തോഷം അതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഒരു സഹോദരൻ്റെ ഏറ്റുപറച്ചിൽ ഞാൻ കേട്ടതാണ്: ടൈറ്റാനിക് പൊട്ടിയതും ഞാൻ പൊട്ടിയതും ഏതാണ്ട് ഒരേ കാരണത്താൽ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, രണ്ടിൻ്റെയും കാരണം അഹങ്കാരം. ഞാൻ 8 നില പൊട്ടാൻ കാരണം എൻ്റെ അഹങ്കാരം. അതുപോലെ അഹങ്കാരത്തോടെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി. ടൈറ്റാനിക്ക് അതിൻ്റെയും പിന്നിലുണ്ടായ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല രീതിയിൽ പലരും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒബാദിയ 1-ാം അധ്യായം 3-ാമത്തെ വചനം എടുത്താൽ ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ആർക്കെന്നെ താഴെയിറക്കാനാകും എന്ന് ഹൃദയത്തിൽ പറയുന്ന നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. അതാണ് വചനം പറയുക. ചിലരുടെ കാഴ്ചപ്പാടതായിരുന്നു, സംസാരത്തിൻ്റെ ശൈലി അതായിരുന്നു: ആർക്കെന്നെ താഴെ ഇറക്കാൻ പറ്റും, ആർക്കെന്നെ തൊടാൻ പറ്റും, ആരും നോക്കിയാൽ എന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ വസിക്കുന്ന അവസ്ഥ, ഇത് നാശത്തിലേക്ക് നമ്മളെ നയിക്കും. ആ നാശം ഒഴിവാകാൻ നാം ചെയ്യേണ്ടത് അഹങ്കാരമലയിൽ നിന്ന് ആത്മീയ മലയിലേക്ക് നമ്മളെ സ്ഥലം മാറ്റുക എന്നുള്ളതാണ്. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട്, അഹങ്കാരമല പൊട്ടിത്തെറിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ മലയിലാണ് നമ്മൾ കഴിയുന്നത് എങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ഈ മല പൊട്ടിത്തെറിക്കും, ആ കൂടെ നമ്മളും പൊട്ടിത്തെറിക്കും. ഇതറിയാൻ ചില വചനഭാഗങ്ങൾ എടുത്താൽ മതി. ഉൽപ്പത്തി 11, ബാബേൽ ഗോപുരം എന്തിൻ്റെ സൂചനയായിരുന്നു? അഹങ്കാരം. അവരിൽ ഉയർന്നു വന്ന അഹങ്കാര ചിന്ത. മാനം മുട്ടി നിൽക്കുന്ന ഒരു ഗോപുരം നമുക്ക് ഉണ്ടാക്കണം. അത് നമ്മുടെ അഭിമാനമായിരിക്കണം. ശരിക്കും അഭിമാനമല്ല, ദുരഭിമാനമായിരുന്നു. തന്മൂലം എന്താ സംഭവിച്ചത്? നാടാകെ അവര് ചിതറിക്കപ്പെട്ടു. ഒന്നിച്ചു നിന്ന് അവര് ചിതറിക്കപ്പെട്ടു എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഏതാണ്ട് പൊട്ടിത്തെറിച്ച ഒരു പരുവമായി. സങ്കീർത്തനം 37, 35, 36 വചനങ്ങൾ വായിച്ചാൽ ഈ ലെബനോണിലെ ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അഹങ്കാരികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അഹങ്കാരം നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും? അഹങ്കാരികൾ ഒരു കാലത്ത് വളരെ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പേരും പെരുമയും സാമ്പത്തികമായിട്ട് ഒക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ. പക്ഷെ പിന്നീട് വരാവുന്നൊരു കാര്യം, ലെബനോണിലെ ദേവദാരു തല ഉയർത്തി നിന്നിരുന്നതാണ്. പക്ഷെ പിന്നീട് ഞാൻ അതിൽ ചെന്നപ്പോൾ അതിൻ്റെ അടയാളം പോലും കണ്ടില്ല. അടയാളം പോലും കണ്ടില്ല. അഹങ്കാരികൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുക. എസെക്കിയേൽ 6:49 വായിച്ചാൽ സോദോം ഗൊമോറയുടെ പാപം എന്തായിരുന്നെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ സ്വവർഗരതി അതൊരു കാരണം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോദോമിൻ്റെ പാപം, സോദോം ഗൊമോറായുടെ പാപം പ്രൗഢിയായിരുന്നു, അഹങ്കാരമായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒന്ന് മാനിച്ച് ഇവരുടെ സമ്പത്ത് അവരുമായിട്ട് ഇല്ലാത്തവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ അവർ വിസമ്മതിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള പാപപ്രവൃത്തികളിലേക്ക് അവർ പോയതും ഇതുപോലൊരു നാശം അവരേറ്റെടുക്കേണ്ടി വന്നതും. അഹങ്കാരമല പൊട്ടിത്തെറിച്ചു. അവരുടെ അവസ്ഥ എന്തായാലും തീയും ഗന്ധകവും ഇറങ്ങി അവരെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജെറമ്യ 50:31 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ്. ദൈവം നമുക്കെതിരായി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആമോസ് 6:8 വായിച്ചാൽ യാക്കോബിൻ്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ്. സുഭാഷിതങ്ങൾ 16:5 വായിച്ചാൽ അഹങ്കരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. എനിക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു പാപമാണ് അഹങ്കാരമെന്ന്. സങ്കീർത്തനം 101:5 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കരിക്കുന്നവരെ കർത്താവ് പൊറുപ്പിക്കില്ല. അവരെ കർത്താവ് പൊറുപ്പിക്കില്ല, അഹങ്കാരികളെ. സുഭാഷിതങ്ങൾ 15:25 വായിക്കുകയാണെങ്കിൽ അഹങ്കരിക്കുന്നവരുടെ ഭവനം കർത്താവ് നിലംപരിശാക്കും. അഹങ്കാരമലയിൽ കഴിയുന്നവർ പൊട്ടിത്തെറിക്കുമെന്ന് അറിയാൻ ഇതിനുപരി വല്ലതും വേണോ? അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെറമിയ 13:15 മുതൽ വായിച്ചാൽ അഹങ്കാരികൾക്കുണ്ടാകാവുന്ന ഒരവസ്ഥ അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ വെളിച്ചം അന്വേഷിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നത് കൂരിരുട്ടായിരിക്കും. എന്തൊരവസ്ഥയായിരിക്കും?
അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എളിമപ്പെടാനുള്ള മനസ്സ് കാണിക്കണം. കർത്താവ് വസിക്കുന്നത് ആത്മീയ മലയിലാണ്. ഈ ആത്മീയ മല അവിടെ വസിക്കാൻ പറ്റുന്നവർക്കാണ് ദൈവത്തോടു കൂടെ വസിക്കാനും ആ ഒരു വിരുന്നിൽ പങ്കെടുക്കാനും പറ്റുക. യെശയ്യാ 2-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ആ മലയിലേക്ക് ജനം ഒഴുകി വരുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 25-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചാൽ ദൈവം വലിയൊരു വിരുന്നൊരുക്കിയിരിക്കുന്ന മല. ആ വിരുന്നിൽ പങ്കെടുത്താൽ എല്ലാവരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റപ്പെടും. എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടാവും. പക്ഷെ അതിന് ആ മല നമ്മൾ കയറണം. അഹങ്കാര മല വിട്ടിട്ട് ആത്മീയ മലയിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഈ മല കയറാൻ ആർക്കാണ് പറ്റുക, ആർക്കാണ് പറ്റാതിരിക്കുക? സങ്കീർത്തനം 15 എടുത്താൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഗിരിയിൽ ആര് കയറും? ഇനി ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്ക ജീവിതം, നീതിപൂർവ്വം ജീവിക്കുക, സത്യം മാത്രം സംസാരിക്കുക, പ്രതിജ്ഞ നിറവേറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഈ മല കയറും. പറ്റാതെ പോകുന്നത് പരദൂഷണം പറയുന്നവർ, ദ്രോഹം ചെയ്യുന്നവർ, അപവാദം പറയുന്നവർ, പലിശ വാങ്ങുന്നവർ, കൈക്കൂലി വാങ്ങുന്നവർ, ഇങ്ങനെയുള്ളവർ ആ മല കയറത്തില്ല. ആ മല കയറാതെ ആ വിരുന്നിലൊട്ട് പങ്കെടുക്കാനും പറ്റത്തില്ല. നമുക്കതുകൊണ്ട് ഈ ഒരു സ്ഥലം മാറ്റം അത് നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 4:21 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മലയല്ല പ്രധാനപ്പെട്ടത്, ഒരവസ്ഥ, ദൈവവുമായിട്ട് ഐക്യപ്പെട്ട അവസ്ഥ. ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ ആരാധിക്കാത്ത സമയം വരുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആ സമയം. അവര് അവസ്ഥ സ്വപ്നം കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.